നമസ്കാരം. ബയോമാസ്റ്റർ PSCയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ HST നാച്ചുറൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഏത് ജില്ലയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എവിടെ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സത്യത്തിൽ നമ്മളിപ്പോൾ ഒത്തിരി ദിവസങ്ങളായ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ചാനലിൽ സമയക്കുറവ് കൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ഇതൊരു ഒത്തിരി പേരുടെ മെസ്സേജുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് ഒരു തെളിവ് സഹിതം അല്ലെങ്കിൽ നമ്മുടെ PSC സൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ള അഡ്വൈസിൻ്റെ ഒരു പ്രൂഫ് സഹിതമാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര പേര് ഏതൊക്കെ ജില്ലയിൽ നിയമിതരായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ എത്ര പേർക്ക് അഡ്വൈസ് കിട്ടി എന്നുള്ളതൊക്കെ മനസ്സിലാക്കാം. ടോട്ടൽ എണ്ണം എത്രയാണെന്ന് മനസ്സിലാക്കാം. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ സാധ്യതകളും നമ്മൾ നോക്കി വേണം അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ നിങ്ങൾ ആലപ്പുഴ ജില്ലയിൽ താമസിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എറണാകുളം ജില്ലയിൽ താമസിക്കുന്ന ഒരാളാണെങ്കിൽ മലപ്പുറമോ തിരുവനന്തപുരമോ അല്ലെങ്കിൽ കാസർഗോഡോ ഒന്നും അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ മടി കാണിക്കേണ്ടതില്ല. അയ്യോ ഇവിടെ ജോലി കിട്ടിയാൽ ഞാൻ എത്ര ദൂരം പോകേണ്ടി വരുമോ, അവിടെ താമസിക്കേണ്ടി വരുമോ എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് അതിനപ്പുറം എനിക്ക് കിട്ടേണ്ട ജോലി അല്ലെങ്കിൽ ആ ഒരു സാധ്യത ഏറ്റവും കൂടുതൽ എവിടെയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അതിനുവേണ്ടി നന്നായി തയ്യാറെടുക്കണം എന്നൊക്കെ ഉള്ളതാണ് എനിക്ക് ആദ്യമായിട്ടൊരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്. ഒരു ആസ്പിരൻ്റ് എന്നുള്ള ഒരു HSC ആസ്പിരൻ്റ് എന്നുള്ള രീതിയിൽ നിങ്ങളോട് പറയാനുള്ളത് അതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോവാം. എന്താണ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ട്രിവാൻഡ്രത്തെ ടോട്ടൽ അഡ്വൈസിൻ്റെ നമ്പറാണ്. ഇവിടെ ഒരു 16 ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസ് എന്ന് പറയുന്നത്. ഏറ്റവും ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് 27/6/2024 പോയിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ നമ്പർ നോക്കുകയാണെങ്കിൽ 16 അഡ്വൈസുകളെന്നാണ് PSC സൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ കൊല്ലമാണ്. കൊല്ലം 7 അഡ്വൈസുകളാണ്. ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ 7 അഡ്വൈസുകളാണ് കൊല്ലത്ത് പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. കൊല്ലമൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് കാത്തിരിക്കുന്നവർ ശ്രദ്ധിക്കുക. പിന്നെ ആലപ്പുഴയുടെ നോക്കുകയാണെങ്കിൽ ടോട്ടൽ കാൻഡിഡേറ്റ്സ് അഡ്വൈസ് സോ ഫാർ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് 6 നമ്പർ കൊടുത്തിരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലും PSCയുടെ ഇപ്പം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അഡ്വൈസ് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ ഈ മാസങ്ങളിലൊക്കെ അഡ്വൈസ് ചിലപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ കണക്കുകൾ ചിലപ്പോൾ അടുത്ത മാസം ആകുമ്പോൾ ചിലപ്പോൾ മാറിയേക്കാം. അപ്പോൾ ഇപ്പോൾ വരെയുള്ളതാണ് പറയുന്നത്. ദെൻ പത്തനംതിട്ട കണ്ടല്ലോ, പത്തനംതിട്ട ജില്ലക്കാരൊന്ന് ശ്രദ്ധിക്കുക. പത്തനംതിട്ട ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് 3 എണ്ണമാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. പിന്നെ അതുപോലെ കോട്ടയത്ത് നോക്കുക, വളരെ കുറച്ച് അഡ്വൈസ് എന്ന് വെച്ചാൽ ടോട്ടൽ ഏറ്റവും കുറവ് അഡ്വൈസ് നോക്കുകയാണെങ്കിൽ ടോട്ടൽ അഡ്വൈസ് 1 അതൊരു ലോ വിഷൻ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. ഒരു ടോട്ടൽ അഡ്വൈസ് ആകെ പോയിരിക്കുന്നത് 1, ഒറ്റ അഡ്വൈസേ കോട്ടയത്ത് പോയിട്ടുള്ളൂ. ദെൻ എറണാകുളം ടോട്ടൽ അഡ്വൈസ് 2 ഉള്ളത്, 2 എണ്ണമാണ് പോയിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇടുക്കിയുടെ ടോട്ടൽ അഡ്വൈസ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. ഇടുക്കി ജില്ലക്കാർ നോക്കുക. അതുപോലെ പാലക്കാട്, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്, അതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും കൂട്ടി വലിച്ചു ചേർക്കാനൊന്നും ഇല്ല വീഡിയോ നീട്ടാനായിട്ട്. പാലക്കാട് ശ്രദ്ധിക്കുക. ടോട്ടൽ അഡ്വൈസ് 30. നല്ല രീതിയിൽ അഡ്വൈസ് പോയിട്ടുള്ള ഒരു ജില്ലയാണ് പാലക്കാട്. അത്യാവശ്യം വേക്കൻസികൾ ഇനിയും വരുന്നുണ്ട്, ഇനിയും അഡ്വൈസുകൾ പോകാനുണ്ട്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ അവിടെ അപ്പോയിൻമെൻറ്റ് നടക്കും എന്ന് പറയാം. പാലക്കാട് ജില്ലയിൽ ഏകദേശം 50ഓളം അല്ലെങ്കിൽ ഒരു 60ഓളമൊക്കെ അപ്പോയിൻമെൻറ്റ് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. ഓക്കെ. ദെൻ പിന്നെ മലപ്പുറമാണ് ഇപ്പോൾ ഉള്ളതിൽ വെച്ചിട്ട്. പിന്നെ സോഫാർ നമ്മൾ നോക്കുകയാണെങ്കിൽ 47 അഡ്വൈസ് പോയിട്ടുള്ളത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ്. ഇനിയിപ്പോൾ അഡ്വൈസുകൾ അടുത്ത് വീണ്ടും നടക്കാൻ പോകുന്നുണ്ട്. ലിസ്റ്റിന് കാലാവധി ഉണ്ടെന്ന് അറിയാമല്ലോ അല്ലേ, 2026 വരെ. നിങ്ങൾക്കറിയാം നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി 2026 വരെയാണ്. അപ്പോൾ ടോട്ടൽ അഡ്വൈസ് 47 എണ്ണമാണ് പോയിട്ടുള്ളത്. ലാസ്റ്റ് അഡ്വൈസ് ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. 47 എണ്ണം പോയിട്ടുണ്ട്. ഇനിയും ഒരുപാട് എണ്ണം പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്. പിന്നെ കോഴിക്കോട് നോക്കുകയാണെങ്കിൽ ടോട്ടൽ അഡ്വൈസ് 2 എണ്ണമാണ് കാണിക്കുന്നത്. ദെൻ വയനാട് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ അഡ്വൈസിൻ്റെ നമ്പർ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ, 9. ഡേറ്റ് ഓഫ് ലാസ്റ്റ് അഡ്വൈസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9 എണ്ണമാണ് പോയിരിക്കുന്നത്. EWS ഒക്കെ ഇവിടെ റാങ്ക് നമ്പറാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. EWS 11ാമത്തെ റാങ്ക് കൊടുത്തിരിക്കുന്നതൊക്കെ റാങ്ക് നമ്പറാണ്. OC 4ാമത്തെ റാങ്ക് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കണ്ണൂർ വളരെ നല്ല രീതിയിൽ തന്നെ അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 27. ഓക്കെ, ടോട്ടൽ അഡ്വൈസ് 27 പോയിട്ടുണ്ട്. ദെൻ കാസർഗോഡും വളരെ നല്ല രീതിയിൽ അഡ്വൈസ് നടന്നിട്ടുണ്ട്. 35 അഡ്വൈസുകൾ കാസർഗോഡ് പോയിട്ടുണ്ട്. ദെൻ ഇപ്പോൾ ഞാൻ പിന്നെ ഇതിന്നൊന്ന് സോർട്ട് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അത് ട്രിവാൻഡ്രം മൊത്തം 16, കൊല്ലം 7, ആലപ്പുഴ 6, പത്തനംതിട്ട 3, കോട്ടയം 1, എറണാകുളം 2,
ഇടുക്കി 2, പാലക്കാട് 30, മലപ്പുറം 47, കോഴിക്കോട് 2, വയനാട് 9, കണ്ണൂർ 27, കാസർഗോഡ് 35. അതായത് ടോട്ടൽ ഈ ഒരു 2022 കഴിഞ്ഞ് 2023 നിലവിൽ വന്നിട്ടുള്ള നമ്മുടെ HST-NS ലിസ്റ്റിൽ നിന്നും നടന്നിട്ടുള്ള അഡ്വൈസുകളുടെ ടോട്ടൽ എണ്ണം എന്ന് പറയുന്നത് 187 ആണ്. എത്രയാണ്? 187 അഡ്വൈസുകളാണ് പോയിട്ടുള്ളത്. അതായത് ഇനി 187 അഡ്വൈസുകൾ പോയിട്ടുണ്ട്. ഈ ലിസ്റ്റിൻ്റെ കാലാവധി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2026 വരെയാണെന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ 2024 കഴിഞ്ഞ് 2025 തുടങ്ങി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. 2025 അതായത് ഒരു വർഷം കൂടി ഈ ലിസ്റ്റിന് കാലാവധിയുണ്ട്. തീർച്ചയായിട്ടും ഇതിൽ ഇനിയും കൂടുതൽ അപ്പോയിൻമെൻറ്റുകൾ തന്നെ നടക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ്, നല്ല പ്രതീക്ഷയുണ്ട് എല്ലാവർക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ജില്ലകളിലൊക്കെ ആദ്യ റാങ്ക് ലിസ്റ്റ്, ഇപ്പം ഞാൻ ഒരു പ്രോബബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, നിങ്ങളോട് പറയുകയാണെങ്കിൽ ട്രിവാൻഡ്രം അത്യാവശ്യം നല്ല രീതിയിൽ വേക്കൻസികൾ വന്നിട്ടുണ്ട്, അപ്പോയിൻമെൻറ്റുകൾ നടന്നിട്ടുണ്ട്. അതുപോലെ പാലക്കാട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ്. അപ്പം പലപ്പോഴും നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി ഒക്കെ നിങ്ങൾ നോക്കുന്ന സമയത്ത് നിങ്ങൾ ട്രിവാൻഡ്രം, പാലക്കാടും, കണ്ണൂരും, കാസർഗോഡും ഒക്കെ തന്നെ നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ അവനവൻ്റെ ജില്ലകളിൽ നിങ്ങൾക്ക് വയ്ക്കണമെന്ന് താല്പര്യം ഉള്ളവർ തീർച്ചയായും നന്നായി പ്രിപ്പയർ ചെയ്യുക. ആദ്യ 10ഉം 20ഉം റാങ്കുകൾക്കുള്ളിൽ തന്നെ ഇനിയും നിയമനങ്ങൾ നടക്കും, ഇവിടെയൊക്കെ നിയമനങ്ങൾ നടക്കും തീർച്ചയായിട്ടും. പിന്നെ ഇവിടുത്തെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തെക്കൻ ജില്ലകളിൽ പ്രത്യേകിച്ച് ആലപ്പുഴ അല്ലെങ്കിൽ പത്തനംതിട്ട, കോട്ടയം എന്നൊക്കെ പറയുമ്പോൾ ഗവൺമെൻറ് സ്കൂളുകളുടെ എണ്ണം വളരെ കുറവാണല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മറ്റുള്ള ജില്ലകളിലൊക്കെ ഈ ഗവൺമെൻറ് സ്കൂളുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സാധ്യത കൂടുതൽ അവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കൃത്യമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ജില്ല തിരഞ്ഞെടുക്കുക. അപ്പോൾ ഇത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് സംശയം ഒന്നും ഇപ്പോൾ അഡ്വൈസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കാസർഗോഡ് നിങ്ങളെടുത്ത് നോക്കുക. കാസർഗോഡ് അവിടെ പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത് OC, EWS, ഈഴവ, തീയ, ബില്ല, അതായത് ആ ഒരു കാറ്റഗറി, ഓരോ SC, ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, മുസ്ലിം, ആ ഓരോന്നും ഓരോ പിന്നെ ഏത് കാറ്റഗറിയിൽ നിന്നിട്ടാണ് നിങ്ങൾക്ക് റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ച് ഏതിനൊക്കെയാണ് അപ്പോയിൻമെൻറ്റ് നടന്നിരിക്കുന്നതെന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ അഡ്വൈസ് 35 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 35 ഒരിക്കലും 1 മുതൽ 35 വരെയുള്ള റാങ്കുകളാണെന്ന് ആരും വിചാരിക്കരുത്. പലർക്കും പുതിയ ആളുകളൊക്കെ ആണെങ്കിൽ അവർക്ക് ചിലപ്പോൾ റൊട്ടേഷൻ ചാർട്ടിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവില്ല. അപ്പോൾ റൊട്ടേഷൻ ചാർട്ട് അനുസരിച്ചിട്ട് 1 മുതൽ 35 വരെ ആണ് റാങ്ക് എങ്കിലും, അല്ലെങ്കിൽ 35 അഡ്വൈസ് പോയിട്ടുണ്ടെങ്കിലും ആ 35-ൽ നേരെ ആ ഒരു സീരിയൽ നമ്പർ അനുസരിച്ച് അങ്ങനെ പോവുകയല്ല ചെയ്യുന്നത്. ഒരു റിസർവേഷൻ കാറ്റഗറിയും ഒക്കെ അതിനനുസരിച്ചുള്ള ആളുകളും ഒക്കെ അതിനകത്ത് ആ ഒരു അഡ്വൈസിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളിനി പിന്നീടുള്ള കാര്യങ്ങളാണ്, അതിനെക്കുറിച്ചൊക്കെ പിന്നീട് നിങ്ങൾക്ക് ചിന്തിക്കാം. ഇപ്പോൾ ചെയ്യേണ്ട കാര്യം നന്നായി പഠിക്കുക, ഏറ്റവും നന്നായി പഠിക്കുക, ഏറ്റവും നന്നായി ശ്രമിക്കുക, നിങ്ങളുടെ പരമാവധി ശ്രമിക്കുക. റാങ്ക് ലിസ്റ്റിൽ ആദ്യത്തെ ഒരു 20-30 റാങ്കുകൾക്കുള്ളിൽ പെടാനുള്ള ആ ഒരു ശ്രമമായിരിക്കണം നിങ്ങളുടേത്. അതായിരിക്കണം ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൊണ്ടത് സാധിക്കും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു, ഇനി പഠനമാണ്. 4-5 മാസമേ ഉള്ളൂ. വളരെ നന്നായി എല്ലാവരും തയ്യാറെടുക്കുക, നന്നായി എക്സാം എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്കിനി കൂടുതൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ കാണുന്നുണ്ട്, എനിക്ക് അയക്കുന്ന മെസ്സേജുകൾ കാണുന്നുണ്ട്. ഉറപ്പായും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാരണം ഗ്രൂപ്പിൽ ഉള്ള ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സമയം വളരെ കുറവാണ്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന വീഡിയോസ് ഏതൊക്കെ ടോപ്പിക്സാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടോപ്പിക്സ് വീഡിയോ ആക്കി പോസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ള വീഡിയോസ് എല്ലാം എനിക്ക് 250-ലധികം വീഡിയോസ് ഓൾറെഡി നമ്മുടെ പബ്ലിക് വീഡിയോസായിട്ട് തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അത് ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു പോയാൽ തന്നെ ഏകദേശം വളരെ നന്നായിട്ട് നിങ്ങൾക്ക് ഒരു പോർഷൻ, ഒരു 70% പോർഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. വീഡിയോസ് എല്ലാം കാണുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.